അയൽരാജ്യമായ നേപ്പാൾ ഇന്ന് കടുത്ത അശാന്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം ഒരു മാസത്തിനിടെ 4ാം തവണയും പെട്രോൾ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ജനങ്ങളെ തെരുവിലിറക്കിയിരിക്കുകയാണ്. എന്നാൽ വെറും വിലക്കയറ്റം മാത്രമല്ല, നേപ്പാളിലെ പുതിയ ഗവൺമെന്റിനെ ഉലയ്ക്കുന്ന കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയും മന്ത്രിമാരുടെ കൂട്ടരാജിയും ആ രാജ്യത്തെ ഭരണ സംവിധാനത്തിലേക്ക് സ്തംഭനം എത്തിക്കുന്നു. എന്താണ് നേപ്പാളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പുതിയ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുടെ ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നേപ്പാളിലെ പെട്രോൾ വില ലിറ്ററിന് 219 രൂപ പിന്നിട്ടിരിക്കുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഇന്ധന വിലയുള്ള രാജ്യങ്ങളിലൊന്നായി നേപ്പാൾ മാറിക്കഴിഞ്ഞു. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിച്ചത് നേപ്പാളിനെ നേരിട്ട് ബാധിച്ചു. ഇതിനെ മറികടക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ധനം ലാഭിക്കാനായി ആഴ്ചയിൽ 2 ദിവസം അവധി പ്രഖ്യാപിക്കുകയും സർക്കാർ ഓഫീസുകളുടെ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കി. സാധന സാമഗ്രികളുടെ വില കുതിച്ചുയർന്നതോടെ വിദ്യാർത്ഥി സംഘടനകളും പൊതുജനങ്ങളും കാഠ്മണ്ഡുവിന്റെ തെരുവ് കീഴടക്കിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ ഭരണപക്ഷത്ത് രൂപപ്പെട്ട വിള്ളലാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. ബലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷി ഗവൺമെന്റിൽ നിന്ന് നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു. ഭരണപരമായ പരാജയങ്ങളും അഴിമതി ആരോപണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഈ പിന്മാറ്റം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുതിയ കസ്റ്റംസ് ഡ്യൂട്ടി വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഇത് അതിർത്തി കടന്നുള്ള വ്യാപാരത്തെ ബാധിക്കുകയും രാജ്യത്ത് അവശ്യ സാധനങ്ങൾ ക്ഷാമം രൂക്ഷമാക്കുകയും ചെയ്തു. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞതോടെ നേപ്പാൾ വീണ്ടും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വീണിരിക്കുകയാണ്. നേപ്പാളിലെ ഇന്ധനവില വർധനവ് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലും വലിയ പ്രതിഫലനമുണ്ടാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ വില കൂടിയതോടെ അതിർത്തിക്കടുത്തുള്ള നേപ്പാൾ സ്വദേശികൾ കൂട്ടത്തോടെ ഇന്ത്യയിലെ പമ്പുകളിലെത്തി ഇന്ധനം നിറയ്ക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ ഇന്ധനക്ഷാമത്തിന് കാരണമാകുന്നുവെന്ന് പരാതി ഉയരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയ നേപ്പാൾ സർക്കാരിൻ്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തെയും ബാധിച്ചിട്ടുണ്ട്. ബലേന്ദ്ര ഷാ സർക്കാർ എടുത്ത ഈ കടുത്ത നിലപാടുകൾ പിൻവലിക്കാതെ പ്രതിഷേധം അവസാനിക്കില്ലെന്ന നിലപാടിലാണ് സമരക്കാർ. സിംഹദർബാറിന് മുന്നിൽ പ്രതിഷേധം കടുക്കുകയാണ്. സൈന്യത്തെ ഇറക്കിയും പോലീസ് ലാത്തിച്ചാർജ് നടത്തിയും പ്രതിഷേധത്തെ അടിച്ചമർത്താണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ മന്ത്രിമാരുടെ രാജി തുടരുന്നതും സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിക്കുന്നതും സർക്കാരിൻ്റെ ആയുസ് കുറയ്ക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുള്ള ദീർഘകാല പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ പട്ടിണിയും വിലക്കയറ്റവും നേരിടാൻ അവ പര്യാപ്തമല്ല. നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ നേരിടുന്ന ഭീമമായ നഷ്ടം എങ്ങനെ നികത്തും എന്നതിനും വ്യക്തമായ ഉത്തരമില്ല. ചുരുക്കത്തിൽ നേപ്പാൾ ഇന്ന് ഇരട്ട പ്രഹരമേറ്റ അവസ്ഥയിലാണ്. 1. ആഗോള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം. 2. ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തർക്കങ്ങൾ. ബലേന്ദ്ര ഷാ സർക്കാരിന് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുമോ? അതോ രാജ്യം മറ്റൊരു ഭരണമാറ്റത്തിലേക്ക് നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.